വെൽക്കം ബാക്ക്. ദിസ് ഈസ് ആൻ ഓപ്ഷണൽ വീഡിയോ കേട്ടോ. ഇത് കാണണം നിർബന്ധമില്ല. നിങ്ങൾക്ക് എല്ലാ സൊല്യൂഷനും കറക്റ്റായിട്ട് കിട്ടിയെന്ന് നിങ്ങൾക്ക് വിശ്വാസം ഉണ്ടെങ്കിൽ ഇത് കാണണം എന്നില്ല. ഇനി ഉറപ്പല്ല നിങ്ങൾക്ക് എല്ലാം സൊല്യൂഷൻ കിട്ടി, അങ്ങനെയാണെങ്കിൽ ഞാൻ PDF ഷെയർ ചെയ്യുന്നുണ്ട്. ഇപ്പോൾ PDF വെച്ചിട്ട് നിങ്ങൾ ആൻസർ ശരിയാന്ന് നോക്കാം. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ വളരെ എളുപ്പമുള്ളതാണ്, അതുകൊണ്ട് അതിൻ്റെ സൊല്യൂഷനെ പറ്റിയിട്ട് ഞാൻ വളരെ സ്പീഡായിട്ട് പറയാം. ഇവിടെ ഡ്രോ ലൈൻസ് 3 എന്ന് പറഞ്ഞ ഫംഗ്ഷനാണ്. ഈ ഫംഗ്ഷൻ വിളിക്കുന്നതിന് മുമ്പ് അത് ഡിഫൈൻ ചെയ്തിട്ടുണ്ട്, ഡ്രോ ലൈൻസ് 3. ഈ ഡ്രോ ലൈൻസ് 3 എന്ന് വിളിക്കുമ്പോൾ 3 പാരാമീറ്ററാണ് നമ്മൾ പാസ് ചെയ്യുന്നത്. ഒന്നാമത്തത് ക്യാരക്ടർ CH. ഇപ്പോൾ CH എന്തായിരിക്കും? X ആണ്. രണ്ടാമത്തത് നമ്പർ ഓഫ് ലൈൻസ്. മൂന്നാമത്തത് ലൈൻ ലെങ്ത്. എന്ന് പറയുമ്പോൾ ഇവിടെ എന്താ സംഭവിക്കുന്നത് വെച്ചാൽ CHൻ്റെ വില എത്രയാവും? 3 ആവും. നമ്പർ ഓഫ് ലൈൻസ് എത്രയാവും? 4 ആവും. ഇത് നമ്മൾ ഇവിടെ ഇങ്ങനെ എഴുതരുത്, ആ മെമ്മറിയിലാണ് അത് നടക്കുന്നത്. CH 3 ആയിരിക്കും, നമ്പർ ഓഫ് ലൈൻസ് 4 ആയിരിക്കും, ലൈൻ ലെങ്ത് 10 ആയിരിക്കും. എന്ന് പറയുമ്പോൾ ഇവിടെ എത്രയായിരിക്കും വരുന്നത്? 3 വരും. എന്ന് പറഞ്ഞ് ഈ ലൂപ്പ് 3 പ്രാവശ്യം റിപ്പീറ്റ് ചെയ്യപ്പെടും. ലൈൻ ലെങ്ത് എന്താണ്? നമ്മൾ എത്ര X ഇടണം എന്നുള്ളത് ഇവിടെ പറഞ്ഞിരിക്കുന്നത് എത്രയാണ്? ലൈൻ ലെങ്ത് 10 ആണ്. അപ്പോൾ 10 X ഇടും. CH എന്താണ്? X ആണ്. അതുകൊണ്ട് നമുക്ക് 10 X ഉണ്ടാവും. അങ്ങനെയുള്ള 3 ലൈൻ വരും. ഇതാവുമ്പോഴോ 5 X ഉള്ള 5 X അല്ല 5 ഹാഷ് ഉള്ള 2 ലൈൻ വരും. അവസാനത്തെ ഞാൻ പറയുന്നില്ല, നിങ്ങൾ മനസ്സിലാക്കണം. അടുത്ത ക്വസ്റ്റ്യൻ ഇതാണ്, റൈറ്റ് എ ഫംഗ്ഷൻ ദാറ്റ് ഡ്രോസ് ദി ഫോളോയിങ് പാറ്റേൺ. അപ്പോൾ അതിൻ്റെ ഉത്തരം എന്തായിരിക്കും? ആ പാറ്റേൺ കിട്ടണമെങ്കിൽ ഡെഫ് ഞാൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്, ഉത്തരം കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ ഉത്തരം എന്ന് പറയുന്നത് പാറ്റേൺ 1 എന്ന് പറഞ്ഞാൽ നമ്മളിവിടെ ഡിഫൈൻ ചെയ്തു ഒരു ഫംഗ്ഷൻ. പാറ്റേൺ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ഒരു ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്തു. ആ ഫംഗ്ഷൻ വിളിച്ചാൽ സംഭവിക്കുന്ന ഒറ്റ കാര്യമേ ഉള്ളൂ, ഈ ഒരു ലൈൻ പ്രിൻ്റ് ചെയ്യപ്പെടും, ഇത് പ്രിൻ്റ് ചെയ്യപ്പെടും. പാറ്റേൺ 2 എന്ന് വിളിച്ചാൽ ഇത് 3 പ്രാവശ്യം പ്രിൻ്റ് ചെയ്യപ്പെടും. അപ്പോൾ നമുക്ക് എന്താ വേണ്ടത്? ആദ്യം പാറ്റേൺ 1 വരണം, പിന്നെ പാറ്റേൺ 2 വരണം, പിന്നെയും പാറ്റേൺ 1 വരണം, പിന്നെയും പാറ്റേൺ 2 വരണം. ഇവിടെ വേണമെങ്കിൽ എഴുതാം. ആദ്യം പാറ്റ് 1, പിന്നെ പാറ്റ് 2 എന്ന് പറയുമ്പോൾ ആ ഇത് വന്നു, ഇത്രയായി. പിന്നെ എന്താണ്? പാറ്റ് 1, പിന്നെയും പാറ്റ് 2, പിന്നെ അവസാനം ഒരു പാറ്റ് 1 കൂടെ വേണം. ഞാൻ പാറ്റേൺ 1ൻ്റെ ചുരുക്കം എഴുത്തായിട്ട് എഴുതിയാണ്. ഇവിടെ നമ്മുടെ റിസൾട്ട് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇനി മൂന്നാമത്തെ ക്വസ്റ്റ്യൻ, റൈറ്റ് എ പൈത്തൺ ഫംഗ്ഷൻ ടു ഫൈൻഡ് ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ x1 y1 ആൻഡ് x2 y2. അപ്പോൾ അതിന് നമുക്ക് SQRT എന്ന് പറഞ്ഞ ഫംഗ്ഷൻ വേണം. SQRT എന്ന് പറഞ്ഞ ഫംഗ്ഷൻ വേണം. അപ്പോൾ SQRT എന്നുള്ള ഫംഗ്ഷൻ വേണമെങ്കിൽ ഇവിടെ ഹിൻ്റായിട്ട് ഞാൻ തന്നിട്ടുണ്ടായിരുന്നു, മാത്ത് എന്നുള്ള മോഡ്യൂൾ ഇമ്പോർട്ട് ചെയ്യണം. നമുക്ക് ആ ഫംഗ്ഷൻ മൊത്തത്തിൽ കാണാം. മാത്ത് എന്നുള്ള മോഡ്യൂൾ ഇമ്പോർട്ട് ചെയ്തു. ഇതാണ് ഫംഗ്ഷൻ ഡെഫിനേഷൻ. ഡിസ്റ്റൻസ് 2D x1 y1 x2 y2. അത് നമ്മൾ ക്വസ്റ്റ്യനിൽ തന്നെ പറഞ്ഞിട്ടുണ്ട്, ഫംഗ്ഷൻ ഹെഡർ. അപ്പോൾ എന്താണ് x1 y1ഉം x2 y2 തമ്മിലുള്ള ദൂരം നമ്മൾ സ്കൂളിൽ പഠിച്ചിരുന്നു. സ്ക്വയർ റൂട്ട് ഓഫ് x2 - x1 ദ ഹോൾ സ്ക്വയർ പ്ലസ് y2 - y1 ദി ഹോൾ സ്ക്വയർ. അപ്പോൾ SQRT എവിടെ നിൽക്കുന്നത്? മാത്ത് മോഡ്യൂളിലാണ് നിൽക്കുന്നത്. അതുകൊണ്ട് അത് വിളിക്കണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? മാത്ത് ഡോട്ട് SQRT എന്ന് കൊടുക്കണം. അങ്ങനെ അതിനെ വിളിച്ച് അത് റിട്ടേൺ ചെയ്യുന്ന വാല്യൂ എന്താണ്? ഡിസ്റ്റൻസ് ആണ്.
ആ ഡിസ്റ്റൻസാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, നമ്മൾ ഈ ഫങ്ഷൻ റിട്ടേൺ ചെയ്യുന്നത്. ഇനി ഇവിടെ എന്താ സംഭവിക്കാൻ നോക്കാം. ഇത് ഫങ്ഷൻ കോളാണ്, ഡി ഈക്വൽ ടു ഡിസ്റ്റൻസ് 2D എന്ന് പറഞ്ഞ് ഈ ഫങ്ഷൻ വിളിക്കപ്പെടും. ഈ ഫങ്ഷൻ വിളിക്കപ്പെടുമ്പം സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വാല്യൂ x1ലേക്ക് പോകും, ഈ വാല്യൂ എങ്ങോട്ടേക്ക് പോകും, y1ലേക്ക് പോകും. ഇതെങ്ങോട്ട് പോകും, x2ലേക്ക് പോകും. ഇതെങ്ങോട്ടേക്ക് പോകും, y2ലേക്ക് പോകും. അപ്പോൾ x1 y1 എത്രയാണ്, 0 0. x2 y2 എത്രയാണ്, 2 3. അപ്പോൾ ഇനി ഈ ഫംഗ്ഷൻ റിട്ടേൺ ചെയ്യുന്ന എന്താണ്, ഈ ഡിസ്റ്റൻസ് ആണ്. പ്രിൻ്റ് ഡി എന്ന് പറയുമ്പോൾ ആ ഡിസ്റ്റൻസ് വരും. √2² + 3² എന്ന് പറയുമ്പോൾ എത്രയാണ്, √4 + 9 √13 വരും. അപ്പോൾ 3 × 4 ഇടയിലുള്ള ഒരു നമ്പറാണ് √13. അതിവിടെ വന്നു. പിന്നെ നമുക്ക് ഡിസ്റ്റൻസ് ബിറ്റ്വീൻ -1 0 and 5 0. അപ്പോൾ നമുക്ക് പ്രിൻ്റ് രണ്ടായിട്ട് അങ്ങനെ ചെയ്യേണ്ട കാര്യമില്ല. ഇവിടെ നമ്മൾ ചെയ്ത എന്താണെന്ന് വെച്ചാൽ ആദ്യം റിട്ടേൺ ചെയ്ത വാല്യൂ ഡി എന്ന് പറഞ്ഞ വേരിയബിളിൽ സൂക്ഷിച്ചിട്ട് നമ്മൾ എന്ത് ചെയ്തു, പിന്നെ അത് പ്രിൻ്റ് ചെയ്തു. അതിന് പകരം നമുക്ക് കമ്പോസ് ചെയ്യാം. ഡിസ്റ്റൻസ് 2D ആണ് എന്ത്, പ്രിൻറ്റിൻ്റെ ആർഗ്യുമെൻറ്റ്. അപ്പം ഇതൊരു കാര്യമായിട്ട് മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. ഒരു ഫംഗ്ഷൻ ആർഗ്യുമെൻറ്റ് കുഡ് ബി എൻ ഇൻറ്റിജർ, കുഡ് ബി ഫ്ലോട്ട്, കുഡ് ബി എൻ എക്സ്പ്രഷൻ, ഇറ്റ് കുഡ് ബി ഈവൺ എ ഫംഗ്ഷൻ കോൾ. അപ്പം അതിൻ്റെ വാല്യൂ കിട്ടി. അങ്ങനെ √5 - -1 എന്ന് പറയുമ്പോൾ 6² റൂട്ട് 6 തന്നെയാണ്, +0. അതുകൊണ്ട് ഉത്തരം 6 ആണ്. അതാണ് മൂന്നാമത്തെ സൊല്യൂഷൻ. നാലാമത്തെ ക്വസ്റ്റ്യൻ ഇതാണ്. ഇതൊരു പ്രോബ്ലം സോൾവിങ് സ്കില്ല് എന്നുള്ളതാണ്, അല്ലാണ്ട് അതിൽ പൈത്തണിൽ വലിയ കാര്യമൊന്നുമില്ല. റൈറ്റ് എ സ്ക്രിപ്റ്റ് ടു ഫൈൻഡ് ദി ഏരിയ ഓഫ് എ സർക്കിൾ ഗിവൺ ദ സെൻറ്റർ XC YC ആൻഡ് എ പോയിൻ്റ് ഓൺ ദ സർക്കിൾ XP YP. നമുക്കറിയാം വ്യാസാർദ്ധം എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ റേഡിയസ് എന്ന് പറയുന്നത് സെൻറ്ററും സർക്കംഫറൻസിൽ ചുറ്റളവിലുള്ള ഒരു പോയിൻ്റ് തമ്മിലുള്ള ഡിസ്റ്റൻസ് ആണല്ലോ. അപ്പോൾ ഈ ക്വസ്റ്റ്യനിൽ സെൻറ്ററിൻ്റെ കോർഡിനേറ്റും ചുറ്റളവിൽ പെരിമീറ്ററിലുള്ള ഒരു പോയിൻറ്റിൻ്റെ കോർഡിനേറ്റ് കിട്ടിക്കഴിഞ്ഞാൽ റേഡിയസ് എന്താണ്, നമുക്ക് ഡിസ്റ്റൻസ് 2D XC YC XP YP എന്ന് വിളിക്കാം. റേഡിയസ് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് അറിയാം, സ്കൂളിൽ പഠിച്ച πr². അപ്പോൾ ഇത് എക്സ്പ്ലെയിൻ ചെയ്യേണ്ട കാര്യമില്ല. നമ്മൾ XC എടുക്കുന്നു, YC കിട്ടുന്നു, XP കിട്ടുന്നു, YP കിട്ടുന്നു. അത് കഴിഞ്ഞ് നമ്മൾ ഈ ഫംഗ്ഷൻ നേരത്തെ ഡിഫൈൻ ചെയ്ത ഫംഗ്ഷൻ വിളിക്കുന്നു. അത് കഴിഞ്ഞിട്ട് ഈ പ്രിൻ്റ് ചെയ്യുന്നു. പ്രിൻ്റ് ചെയ്യുമ്പം ഞാൻ നേരെ ഏരിയ കണ്ടുപിടിച്ചില്ല. ഈ പ്രിൻറ്റിൻ്റെ അകത്ത്, ആ പ്രിൻറ്റിൻ്റെ ഫംഗ്ഷൻ കോളിൻ്റെ അകത്താണ് ഇത് വെച്ചിരിക്കുന്നത്. നമുക്കത് വേണേൽ റൺ ചെയ്ത് നോക്കാം, എല്ലാം ശരിയാണോ എന്നറിയാൻ. 610 കൊടുക്കാം. ഗിവ് എക്സ് കോർഡിനേറ്റ് ഓഫ് സർക്കിൾ എന്നാണ് പറഞ്ഞത്. നമ്മൾ സർക്കിളിൻ്റെ സെൻറ്റർ 0 0 ആണെന്നിരിക്കട്ടെ. ത്രീ ആണെന്നിരിക്കട്ടെ, 4 ആണെന്നിരിക്കട്ടെ. അപ്പോൾ എന്താണ് സർക്കിളിൻ്റെ ഏരിയ, π × 25². π × 25 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് 78.53 ആണ്. നിങ്ങൾ വേണമെങ്കിൽ വേറെ വാല്യൂസ് ഇട്ടിട്ടും നോക്കൂ. അടുത്ത ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് ഇവിടെ എറർ കാണാൻ വരട്ടെ. ഇതിലെന്താണ് എറർ എന്നുള്ളതാണ്. അത് നിങ്ങൾ കണ്ടുപിടിച്ചെന്ന് വിചാരിക്കുന്നു. ഇതിൽ എററൊന്നും വരാനൊന്നുമില്ല അല്ലേ. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമ്മുടെ ഇവിടെ ഈ സ്ക്രിപ്റ്റിൽ എക്സിൻ്റെ വൈൻ്റെ വില അറിയാം. എൽ എന്നുള്ള വേരിയബിൾ ഇസ് ലോക്കൽ ടു ദി ഫങ്ഷൻ. അതുകൊണ്ട് പ്രിൻറ്റ് ലെങ്ത് എൽ എന്നിവിടെ കൊടുത്തു കഴിഞ്ഞാൽ എന്ത് പറയും, അൺനോൺ വേരിയബിൾ എന്ന് പറയും. അതാണ് സൊല്യൂഷൻ ടു ക്വസ്റ്റ്യൻ 5 അങ്ങനെ കൊടുത്തിട്ടുണ്ട്. The following error message will appear. Name L is not defined. Please note that L is a local variable within the function. 2 വാല്യൂസ് റിട്ടേൺ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ഫംഗ്ഷനാണ്. അടുത്ത ലാസ്റ്റ് ക്വസ്റ്റ്യൻ.
write a function to find the area and perimeter of a circle with a given radius. Hence, write a script to test the function. നമ്മൾ ഏരിയ കണ്ടുപിടിക്കാൻ നമുക്കറിയാം ഏരിയ ഈസ് ഈക്വൽ ടു പൈ ആർ സ്ക്വയർ, മാത്ത് ഡോട്ട് പൈ ആർ സ്ക്വയർ എന്ന് പറയണം. ഇപ്പോൾ നമ്മൾ ഇമ്പോർട്ട് മാത്ത് ഇവിടെ കൊടുത്തില്ല. എന്തുകൊണ്ടെന്നാൽ ഓൾറെഡി ഒരു പ്രാവശ്യം ഇമ്പോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഇമ്പോർട്ട് ചെയ്യണമെന്ന് നിർബന്ധമില്ല. പെരിമീറ്റർ എന്താണ്? 2 ഇൻറ്റു മാത്ത് ഡോട്ട് പൈ ഇൻറ്റു ആർ, 2 പൈ ആർ. അപ്പോൾ നമുക്ക് രണ്ടെണ്ണം റിട്ടേൺ ചെയ്യണമെങ്കിൽ ഒന്നുമില്ല, പൈത്തണിൽ കോമ ഇട്ട് എഴുതിയാൽ മതി. ഇപ്പോൾ ഏരിയ പെരി സർക്കിൾ നമ്മൾ പാസ് ചെയ്യുന്ന വാല്യൂ എത്രയാണ്? 10 പാസ് ചെയ്ത് കഴിയുമ്പം ഏരിയ എത്രയാണ്? പൈ ഇൻറ്റു 10 സ്ക്വയർ, പൈ ഇൻറ്റു 100 എന്ന് പറയുമ്പോൾ 3.14 ഇൻറ്റു 100, 314. പെരിമീറ്റർ എത്രയാണ്? 2 ഇൻറ്റു 3.14 ഇൻറ്റു 10 അല്ലേ, 6.28, 62.8. നമുക്ക് നോക്കാം. രണ്ടും വന്നിട്ടുണ്ട്, 314, 62.8. So that's all. Thank you.